ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊഞ്ചുതീയലായാലോ? കൊഞ്ചുതീയൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. തക്കാളി, കൊച്ചുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കഴുകി വൃത്തിയാക്കി കൊഞ്ചും. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് കൊഞ്ചുതീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കാം. തേങ്ങ വറുത്തരച്ചാണല്ലോ വെക്കുന്നത്, അപ്പൊ തേങ്ങ ആദ്യം നമുക്ക് വറുക്കാം. ആദ്യം എന്തുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുക്കാം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് തേങ്ങ വറുത്ത് വെച്ചാൽ ചൂടാറി കിട്ടും. നമുക്ക് ബാക്കി കൊഞ്ച് വേകുന്ന സമയം കൊണ്ട് നമുക്കിത് ചൂടാറി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമുക്ക് തേങ്ങ വറുക്കാം എന്ന് പറഞ്ഞത്. തീ കുറച്ച് വെച്ച് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടണം. എന്നിട്ട് ഇപ്പൊ ഈ ചുവന്ന് വരുന്ന പരുവം നമുക്ക് കറക്റ്റ് ആട്ടോ. അപ്പൊ ഈ പരുവം ആകുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം, പച്ചമണം മാറുന്നിടം വരെ. ഇത് പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം തണുക്കുന്നിടം വരെ. ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചൂടായ മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളിയും കീറി വെച്ച പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വഴണ്ടു വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി കൊഞ്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു 1 മിനിറ്റ് മിക്സ് ചെയ്യണം. ആ എണ്ണയിലും ആ തക്കാളിയിലും ആ ചെറിയുള്ളിയിലും ഒക്കെ കിടന്ന് കൊഞ്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച് തേങ്ങ അരച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാതെ അരയ്ക്കണം. എന്നിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു കൊണ്ടുവന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചുതീയൽ റെഡി. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഈ കൊഞ്ചുതീയൽ ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാട്ടോ. നല്ല കോംബോയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്